അവക്കെന്നല്ല 2 പേർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആരൊക്കെ ആയിരുന്നു കുഴപ്പം? അതിനെ കടല കൂട്ടി ചോറ് ഉണ്ണാറില്ലേ? അത് ഈ നിയമം ആരെങ്കിലും വെച്ചതാണോ? നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചല്ലോ ഓരോ നെയ്യുന്നേ. ഇവിടെ കടല എത്രയോ തവണ കടല കൂട്ടി ചോറുണ്ണു. പിന്നെ ഇതുപോലെ വേറെ കറിയില്ല. മീനില്ലായിരുന്നോ? ഞങ്ങ പിള്ളേർക്കല്ല, ചേട്ടായിക്കായിരുന്നല്ലോ നിർബന്ധം. അവക്ക് ചോറാണ്. പിന്നെ ബസ് കിട്ടുവോ? താത്തിട്ടേക്ക്. എത്ര നേരമായി പറഞ്ഞിട്ടെന്നറിയാവോ? ശാംഭവിയോടെ ഗൂഗിള് പറഞ്ഞിട്ട് എത്ര നേരമായി? സ്കൂളിൽ പോന്ന ബാഗ് വേണ്ട. എന്നാ ആ കൈ കാണിച്ചത് ഇട്. വല്ല കൂടെ പോയാ നീ വീടും. പിടിച്ചേ പതിയെ. ഇരുന്നിറങ്ങ. ദൈവമേ, പോവല്ല. ഇതേ ഓടുന്നു. എനിക്കത് അപ്പവും ശരിയാകുമല്ല. അവിടെ നിൽക്കതേ, ഇത് ഓടലെന്നാ. എൻ്റെ പൊന്നെ, നീ വീഴും കേട്ടോ. സമയമില്ലല്ലോ, വീഴും. ഓടണ്ട, പതിയെ നടന്നു. അങ്ങനെ നടന്നു. പിന്നെ തന്നെ പോവാ. സൈഡിൽ കൂടെ അല്ല, ഇപ്പൊ നടുക്കൂടെ നടക്ക്. പതിയെ നടക്ക്. ടാറ്റ ഇല്ലേ അമ്മയ്ക്ക്? അവിടെ നോക്കുമ്പോ അവിടെ അപ്പം ടാറ്റ. എവിടെയാണ്? വരുന്നുണ്ടോ തിരിച്ച് നോക്കുന്നുണ്ട്. ഇതന്നെ ഇത് വേണ്ട. എന്നാ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഓടുവാണ്. നേരത്തെ ഇച്ചിരി എണീറ്റ് ആയിരുന്നെങ്കിലോ. കുഴി പോസ്റ്റിടാ, ഇങ്ങോട്ട് മാറ്റാനാ. അവരുടെ പുറകെ പോയത് എൻ്റെ അപ്പം കഴിഞ്ഞു പോയി. ബെസ്റ്റ്. അവരുടെ പുറകെ ഓടിയതാ. അങ്ങനെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പം മതിയോ? മതി. അപ്പേ ജയമേന്തിയെ വീട്ടിലുണ്ട്. വീട്ടില് ദോശയും കടലക്കറിയാ. രാവിലെ അപ്പേ രാവിലെ സ്കൂളിൽ നിന്ന് വരുമ്പോ ദോശയും കടലക്കറിയും.
രാവിലെ അല്ല വൈകിട്ടാ വരുന്നത്. വൈകിട്ട് വരുമ്പോ ദോശയും കടലക്കറി. ആ രാവിലെ പോകുമ്പം ദോശയും കടലക്കറി. ആ വൈകിട്ട് വരുമ്പോ സ്കൂളിൽ നിന്ന് തിരിച്ചിരിക്കുമ്പോ ചോറ്. രാവിലെ സ്കൂളിൽ നിന്ന് വരുമ്പോ ദോശയും കടലക്കറിയും. മതിയോ? മുണ്ടക്കയത്ത് ക്രിസ്ത്യൻ പള്ളി അറിയാമോ? ക്രിസ്ത്യൻ പള്ളി ചോറ്, സാമ്പാർ, ബീൻസ്, മീൻ കറി എല്ലാം ഉണ്ട്. പിന്നെ മീൻ ചാറ് ഇങ്ങനെ ഇട്ടൊരു ബലൂണൊക്കെ കളിച്ച് സാമ്പാറ് അന്ന് അവിടെ പോയപ്പോ ഉണ്ടായിരുന്ന കറി മുളകൊട്ട വെച്ച മീൻകറി. പിന്നെ ചോറിന് സോയാബോളും തക്കാളി കറി. മതിയോ? അപ്പൻ ഒരു സമയമില്ല. ചേച്ചിയോ വരുമോ? നമുക്ക് പോവാം. അവള് പോയല്ലോ. പോവാ. അവള് പോയി കേട്ടോ. അവിടെ ബസ് വന്നു. അവിടെ പോണ്ട്. ആണോ? കഴിച്ചോ? വയറ് നിറച്ച് കഴിച്ചോ? നാളെ ഇല്ലേ ഇവിടുത്തെ? സമയമില്ല. എന്നോട് ചോദിക്കലെന്ന് പറഞ്ഞിട്ട് എന്നാ ഉണ്ടാക്കിയെന്ന് ആണോ? ആര് പറഞ്ഞു? ഇഡ്ഡലിയും ചമ്മന്തി. ഇവിടെ ദോശ. മതിയോ? മതിയേ. നേരത്തെ നിന്റെ ബസ് പോയി കാണാം. നീ താമസിച്ചായിരുന്നു. അതെ വരുന്നുണ്ട്. നിന്റെ ബസ് പോരും. ബസ് പൂച്ചതേ. അയ്യോ തിരിച്ചോടിയാണ്. ബസ് വരുന്നുണ്ട്. മറ്റേ ഇവിടെ കയറ്റണ്ടായിരുന്ന അവിടെ വരണ അപ്പുറത്തെ കൊച്ച്. അയ്യോ അവളെ അറിയത്തില്ല നിനക്ക്? നിന്റെ ബസ്സാ വരുന്ന കൊച്ചിൻ്റെ പേരെന്നാടി? അല്ല ഇത് താഴെ അപ്പുറത്തുള്ള ഒന്നും അറിയത്തില്ല. വാ അവളുടെ പേരെന്നാ? തക്കുടുവോ? തക്കുടുവിനെ അറിയത്തില്ലേ നിനക്ക്? തക്കുടുവിനെ എവിടെ പോവാന്ന്? നിന്റെ ബസ് ഇതേ വരുന്നു. ഇപ്പോൾ വരും. ബാ നിങ്ങൾ കഴിപ്പാ. അവിടെ നിൽക്കേ ബസ് വരുമെന്ന് പറഞ്ഞോ? അടി എന്നാടിയാ വരുന്നേ? ഇതല്ലേ എന്നോട് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. നിനക്കെന്നെ ഇത്ര വലിയ സൂക്കാണ് ഇടിക്കാനുണ്ടല്ലോ. ഇത് പൂച്ച. അയ്യോ പോയി.
ഇന്ന് രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുന്നത്. വാ, അവിടെ എന്നെ എടുക്കുവാ. കൊച്ചിന് വണ്ടി ഉണ്ടായിരുന്നല്ലോ അല്ലേ? പിന്നെ നാരായണ വണ്ടി വെട്ടി പോയപ്പോ ഇറങ്ങിപ്പോന്നെ. ഓ, കൊച്ചു നേരത്തെ ഇറങ്ങിപ്പോയതുകൊണ്ട് പോലും ഉണ്ടില്ല. ചോദിക്കുന്നത് അല്ല, അതിന് അവള് നേരത്തെ ഇറങ്ങിപ്പോയല്ലോ. ശാമ്പവി ഇറങ്ങി നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. ആരോടും മിണ്ടിയില്ലല്ലേ? ഇന്ന് ഇടയ്ക്കൊക്കെ മൂടൊക്കെ ഇട്ട് വരും, പിന്നെ വെയിൽ വരും, പിന്നെ മൂടിക്കെട്ടി വരും. ഇപ്പം വെയിലുണ്ട്, പക്ഷെ ഇത് എത്ര നേരം കാണുമെന്ന് അറിയത്തില്ല. ആകാശം ശരിക്കും മൂടിയാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു നീല കളറുള്ളൂ. ഇത് നമ്മുടെ ഈ ഫ്രീസറാണ്. ഈ കടകളിലൊക്കെ ഇരിക്കുകയല്ലേ ഫ്രീസർ, ഈ സാധനം. അതിൻ്റെ തകിടെല്ലാം പൊളിച്ചിട്ട് വേസ്റ്റ് വരുന്ന ഭാഗമായിരുന്നു. ഇതിന് പൈസയൊന്നും ആകത്തില്ല. ഇത് അവരെങ്ങനെയും കൊണ്ടുപോകാൻ പറയത്തുള്ളൂ അവർ. അങ്ങനെ കിട്ടിയ സാധനം. അതിനകത്തോട്ട് ചെറിയ രീതി വെള്ളം വീഴാത്ത രീതി പുറത്തോട്ടൊരു തള്ളും കൊടുത്ത് ഡോറും വെച്ച് വലയടിച്ച് കഴിഞ്ഞപ്പം കോഴിക്കൂടായി. കോഴിക്കാഷ്ടം താഴോട്ട് പോകത്തില്ലെന്നൊരിതേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അതിന് പകരം നമുക്ക് ആ സാധനം എടുത്തിട്ട് വേറെ ചെടിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. കുറച്ചാകുമ്പോൾ എടുത്താൽ മതി. ആക്രിക്കടയിൽ നിന്ന് കിട്ടിയൊരു സാധനമാണ്. ആ പഴയക്കായി കിടക്കുകയൊക്കെ ആയിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്ത് ബൾബ് പോയതായിരുന്നു. അത് മറ്റേ കറണ്ടൊക്കെ കൊടുക്കുന്ന ബൾബായിരുന്നു. അത് മാറ്റിയിട്ടൊരു 12 വോൾട്ട് LED കൊടുത്തിട്ട്. അങ്ങേ മല നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാവേ. ഇങ്ങോട്ട് വരും ചിലപ്പം. ഇവിടെ അങ്ങനെ പെയ്തില്ല. മൂടിക്കെട്ടി വരുന്നുണ്ട്, പക്ഷേ നല്ല രീതിയിൽ മൂടി അവിടെ നിന്ന് കാറ്റ് വരുന്നുണ്ട്. അപ്പം മഴ ഇങ്ങി വരും. കാറ്റടിച്ചാൽ ഇങ്ങി പോരും. കാറ്റില്ലാത്തപ്പോഴാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. ടൗണിലൊക്കെ മഴ കേട്ടോ, ഇങ്ങോട്ടില്ല.
ഇങ്ങനത്തെ സ്ഥലത്ത് താമസിക്കുന്ന നല്ല രസമാണ്. മഴ വരുന്ന ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ സൗണ്ട് കേൾക്കാനൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പെട്ടെന്നാണല്ലോ ശക്തി കൂടിയ. കിടന്ന് നല്ല ഉറക്കമാണ്. ഞാൻ ഓർത്ത് എഴുന്നേറ്റ് കാണുമെന്ന്. എന്നോട് ഒച്ച ആടല്ലോ മണിയടിക്കുന്ന നീയായിരുന്നോ? ജയ് എന്നാ കട്ടിലെന്ന് എഴുന്നേറ്റിട്ടില്ലേ? ക്യാമറ ഉണ്ട്, അവിടെ എടുത്തിട്ട് വരാം. മുണ്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നേ, മര്യാദയ്ക്ക് കൊടുക്ക്. ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച്, അല്ലെങ്കിൽ നമ്മൾ 1 മിനിറ്റ് താമസിച്ചിറങ്ങിയാൽ അന്ന് ഇവന്മാർ നേരത്തെ വരും, അല്ല ഇവന്മാർ 6 മണി വരെ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം 5:30 ആയതേ ഉള്ളൂ. ആ ശാമ്പവിനെ വിളിക്കാൻ പോവാം. അതിൻ്റെ താഴെ ബസ് എന്നാ നിൽക്കുന്ന എന്നെ മുഖം കാണിക്കാതെ നേരത്തെ ആണല്ലോ. മുണ്ടക്കാൻ എത്തിയെന്ന് പറഞ്ഞേ. ഇവിടെ വന്നിട്ടില്ല, ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ടോ? ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. ആ ഇതിവിടെ കൊണ്ടെടുത്ത് വെച്ചോ, അതെന്നാ പറ്റി? ഇവിടെ കൊണ്ടുവച്ചത് ആരെ കാണാനാ? ആര് കാണാൻ? ആഹാ, ഇത് സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി കുറെ കഴിയുമ്പോൾ ഇത് ഏറുമടത്ത് കാണാം.
ഇറങ്ങ്. വെള്ളം താ. വെള്ളമില്ല. നോക്കട്ടെ ഉണ്ടോന്ന്, ബാഗിലുണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ട് കറക്കാം. ബാഗിലില്ല. പിന്നെ ഗ്ലാസ്സിലാ. ഗ്ലാസ്സിലോ? വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം തീർന്നു. നീ വീട്ടിൽ ചെന്നിട്ട് പോ 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 പോ. അപ്പൊ ഇതൊരു സ്ഥലം. ആ ഒരു സ്ഥലമാടി ബാടി. ഞാൻ പോട്ടെ. ആ പോട്ടെ. മാമനില്ലേ? നമ്മളമ്മ ഇല്ല. ഒന്നുമില്ല. ഇത് വേറെ സ്ഥലം. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളാണ്, നിനക്കറിയാമോ ഇതെല്ലാം? ഇത് അപ്പൊ പോയിട്ടുണ്ടോ? ഇല്ല, ഷെബിനിയുടെ വീട്ടിൽ കാണും. ആണോ? ഏത് വീട്ടിലാ? ഷെബിയാണൊക്കെ വീട്ടില്. എവിടെ? ആ പന്നി നടക്കുന്ന അപ്പുറത്തോ? ആ, എവിടെ? ആ അവിടെ മോങ്ക. ഇതെന്താ? മുള്ളങ്കേ താഴ്ക്കുന്നുണ്ട്. മോങ്കയത്ത് അമ്മയുണ്ടോ? ആ അമ്മയുണ്ട്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് മറന്നുപോയി ഞാൻ. പറ. എനിക്കറിയില്ല. പോടിയെ കയറി. അമ്മയുടെ പേര് നീ ചോദിക്കണമായിരുന്നു. നീ വന്നപ്പം ചോദിക്കണ്ട. നീ ചോദിക്കണം. ജയോട് ചോദിക്കാൻ ചെന്നിട്ട്. ജയ്ക്ക് അമ്മയുടെ പേര് പറയണം. ജയ്ക്ക് അറിയാന്ന് പറഞ്ഞില്ലേ? അമ്മയുടെ പേര് എൻ്റെ അമ്മയുടെ മതിയോ? മതി. ആ എനിക്ക് അറിയത്തില്ല. അറിയത്തില്ല, അത് ഞാൻ അങ്ങനെ പറയുന്നത്. അതാരാ? നിന്നോട് ആരോടൊന്നും ചോദിക്കാതെ പോക്കണമെന്ന് പറഞ്ഞാൽ കേട്ടായിരുന്നു. ജയ, നീ ഇന്ന് മറന്നുപോയോ? അത് ഒന്നും ചോദിക്കണ്ട. വീട്ടിൽ പോയാൽ മതി കേട്ടോ. ഗേറ്റാണോ? എന്നാ ഞാൻ അങ്ങോട്ടോട്ടെ. നീ അങ്ങോട്ട് പോക്കോ, ഞാൻ വീട്ടിൽ പോവാ. പോക്കോ. സ്ഥലം ഞാൻ പോവാ. നീ അവിടെ സ്ഥലമൊക്കെ പഠിച്ചിട്ട് വന്നാൽ മതി. നീ സ്ഥലമൊക്കെ നോക്കി പഠിച്ചിട്ട് വന്നാൽ മതി. ഞാൻ പോവാ. അപ്പൊ സ്കൂളിൽ പോയോ? ആറേ. അപ്പൊ എന്റെ സ്കൂളിൽ എപ്പോഴാ പോകുന്നേ? എന്തിന്? നിന്റെ സ്കൂളിൽ തന്നെ ഞാൻ പോകുന്നേ. അതല്ല, ജയക്ക് ലാസ്റ്റ് സ്കൂളിൽ പോണോന്ന്. ആണോ? ആ. വരുന്നില്ലേ? വീട്ടിലുണ്ട്. എടി അവള് സ്കൂളിൽ, നാരായണി നീ മാത്രമേ സ്കൂളിൽ പോകുന്നുള്ളൂ. ഞങ്ങളാരും പോകുന്നില്ല. വീട്ടിലുണ്ട്. പോയിട്ട് തിരിച്ചു വന്നു. ചെറുതാ. സ്ഥലം ഇവിടെ. അയ്യോ, ഇവിടെ നിൽക്കുമ്പോ ഇവിടെ അല്ലേ നമ്മുടെ സ്ഥലം. അച്ഛന്റെ പേരെന്നാ? അച്ഛന് പേര് മോഹൻസിനെ അറിയത്തില്ലേ? മോഹൻസിനെ അറിയത്തില്ലേ? മോനച്ചൻ ചേട്ടനെ അറിയത്തില്ലേ? മോഹൻ ചേട്ടനെ അറിയത്തില്ലേ? മോനച്ചൻ ചേട്ടനെ അറിയത്തില്ലേ? എന്നെ മറന്നുപോയോ? നമ്മളെയൊക്കെ മറന്നുപോയോ? ആ, അപ്പയുടെ കൂട്ടുകാരാണോ? ഞാൻ അപ്പയുടെ കൂട്ടാനൊന്നുമല്ല. ആര്? എൻ്റെ അപ്പനാണോ? ഇവിടെ തന്നെ നമ്മുടെ വീട്. ആതിരെ അറിയത്തില്ലേ? ആതിര ചേച്ചി അറിയാവോ? ആ, ചേച്ചിയുടെ ആളാ ഞാൻ. ക്ലാസ്സൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. നീ എന്നാ പരിപാടി? ആര്? ഞാനോ? ഞാൻ ആരും ഇതിന്റെ ഭാര്യയാണോ? ചേട്ടൻ. ഏത് വിജയമ്മ? ആദ്യ ചേച്ചി ഇവിടെ ഉണ്ട്. നമ്മുടെ മുണ്ടക്കയത്ത് തന്നെ ഉണ്ട്. വേറെയാണോ? ആ, പാട്ട് അടുത്ത മാസം നമുക്ക് പോകാം കേട്ടോ. പാട്ട് കേൾക്കാൻ വരത്തില്ലേ? ബോയ്സില് ഗാനമേളയാ. ആരാ വരുന്ന? മറ്റേ ആ പാട്ടുകാരനാ വരുന്നത്. ബോയ്സില്. പക്ഷേ ടിക്കറ്റ് ഉണ്ട്. ആൾക്ക് 50. പാട്ട് വണ്ടിയിൽ ജീപ്പിൽ ഇങ്ങനെ എല്ലായിടത്തും പാട്ട് കേൾപ്പിച്ചോണ്ട് പോകും. അപ്പൊയൊന്നും കൊണ്ട് കാണിക്കത്തില്ലേ കൊച്ചിനെ?
അമ്പലം എവിടെയാ? ഓ പാർസാരഥി അമ്പലം. ഓ ഇവിടെ എന്നാ കാണാം. അമ്പലം കാണത്തില്ല, വഴി കാണാം. പോവാം, ബാ ബൈ. പോട്ടെ. പൊക്കോ പൊക്കോ പൊക്കോ. ഞാൻ ഒരാളെ കാണാൻ നിൽക്കുവാ. ആ ചായ കുടിച്ചോ? ചായ ഉണ്ടാക്കിയോ? ആ ആരുണ്ടാക്കിയേ? നാരായണി. അകത്തിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ വേണ്ടി വേറെ ലൈൻ. പോട്ടെ. പോകൂ. ആ മോൻ വന്നത് അമ്മ കണ്ടില്ലല്ലോ. പട്ടി കുരച്ചായിരുന്നോ? ആന്നല്ലേ. അമ്മ രാവിലത്തെ ദോശ ഉണ്ടാക്കുമായിരുന്നു കുഞ്ഞിന്. കറി, കടലക്കറി. ഇതെന്നായിരുന്നു? ഓടി വന്നേ. അപ്പൊ ഓടിച്ചോ മോനിട്ട്? പിന്നെ ഓടിയെത്തി ഇങ്ങനെ അണച്ചു വരുന്നേ. ഗാനമേള എവിടെ? താഴെ ഗാനമേളയോ? നാരായണി വരുന്നുണ്ടേ. ചെരുപ്പ് മേളിൽ നിന്ന് ഊരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെ അവിടെ എല്ലാം വിളിച്ചെറിച്ചിട്ട് പോയി. ആ വെള്ളത്തിൽ വീണല്ലേ? കണ്ടോ? ഇവിടെ ഒന്ന് ദേഹം ഒന്ന് കഴിപ്പിച്ചൂടെ? ചോക്ലേറ്റ് മിൽക്കോ? ചോക്ലേറ്റ് മിൽക്ക് ചായയോ? അതെന്ത് ചായ ആണോ? നല്ല രുചിയാണോ? ഇടണോ? നാരായണ ചേച്ചിട്ട് ചോദിക്ക്. ഒരു ഈ രണ്ട് കൈ കൊണ്ട് കഴിക്കുന്നേ. ഹായ് ഷാമ്പൂ എന്ന് പറയുന്നത് ഷാമ്പൂ ഇവിടെ മറന്നു പോയിരിക്കാനാണ് നിങ്ങൾ ഷാമ്പൂയുടെ കാര്യം 6 മണിയാകുമ്പോഴും. പിന്നെ ഷാമ്പൂയുടെ കാര്യം കൂടെ വന്നിട്ടാണല്ലോ ഓർക്കാൻ.